ഹായ് എവ്രി വൺ. ഇത് കാനഡയിലെ ഒരു വാലി വില്ലേജാണ്. അഥവാ ത്രിഫ്റ്റ് സ്റ്റോർ എന്ന് വേണേൽ പറയാം. നിങ്ങളിപ്പോൾ റൈറ്റ് സൈഡിൽ കണ്ടില്ലേ ഒരു ഡൊണേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണ്ടാത്ത ഡ്രസ്സുകൾ സാധനങ്ങളൊക്കെ നമുക്കവിടെ ഡൊണേറ്റ് ചെയ്യാം. ഇവിടെ അങ്ങനെ ആരും ഒരു സാധനങ്ങളും അങ്ങനെ കളയില്ല നമ്മുടെ നാട്ടിലെ പോലെ എന്ന് തോന്നുന്നു. ഇവിടെ ഞാൻ കണ്ടത് ആക്സസറീസ്, ഡ്രസ്സ്, ടോയ്സ്, ബുക്സ്, പിന്നെ ഒരു കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങൾ എല്ലാം യൂസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഹാഫ് പ്രൈസ് എന്ന് പറയാൻ പറ്റത്തില്ല, അതിലും ലോ പ്രൈസിലാണ് അവർ സെല്ല് ചെയ്യുന്നത്. ഞാൻ കാനഡയിൽ വന്ന ടൈം തൊട്ട് ഇങ്ങനൊരു ഷോപ്പുണ്ട്, ഇങ്ങനൊരു സംഗതി ഇവിടെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഇത് ബ്രാംപ്ടൺ ഗേറ്റ് വേ ടെർമിനലിൻ്റെ നിയർ ബൈ ആയിട്ടുള്ള ഒരു സ്റ്റോറാണിത്. ഒരുപാട് ആൾക്കാർ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കടയിൽ ഞാൻ ചെന്ന ടൈമിൽ. പിന്നെ യൂസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടാനൊന്നും എനിക്ക് താല്പര്യമില്ല. അതിൻ്റെ ഒരു പേഴ്സണൽ പെർസ്പെക്റ്റീവ് മാത്രമാണ്. എല്ലാവർക്കും അങ്ങനെ ആകണം എന്നില്ല. അതൊരു ജഡ്ജ്മെൻ്റൽ ലെവലിൽ എടുക്കരുത്. അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമായുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഹോം ഡെക്കറിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ഭയങ്കര റെയറായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് കണ്ട് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇപ്പം നമ്മളൊരു സ്റ്റുഡൻറ്റ് ലൈഫിൽ നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. പിന്നെ ഞാൻ ഓർത്തിട്ടുണ്ട്, ഇങ്ങനെ ആൾക്കാരൊക്കെ റീയൂസ് ചെയ്യുമോ സാധനങ്ങൾ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കാറൊക്കെ അല്ലേ നമ്മൾ സെക്കൻഡൊക്കെ വാങ്ങുന്നത്. അല്ലാതെ ഓരോ കൺട്രീസിലും ഈ സ്ഥാപനം പല പേരിലാണ് അറിയപ്പെടുന്നതെന്ന് തോന്നുന്നു. എൻ്റെ ചേച്ചി ഇപ്പോൾ ഉള്ളത് ന്യൂസിലാൻഡിലാണ്. അവിടെ ഇതിനെ സാൽവേഷൻ ആർമി എന്നാണ് പറയുന്നത്. ഇത് നല്ലൊരു കോൺസെപ്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എല്ലാ ആൾക്കാർക്കും എല്ലാം ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനൊരു കോൺസെപ്റ്റ് ഫോറിനേഴ്സ് കൊണ്ടുവന്നത് വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവായിട്ട് തോന്നുന്നു. അങ്ങനെ അവിടെ എന്തൊക്കെയുണ്ടോ അതെല്ലാം കണ്ട് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഞാൻ ഇറങ്ങുകയാണ്.